പരാതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശ്വേത മേനോൻ കരയുകയായിരുന്നെന്ന് മേജർ രവി. പരാതി ഉന്നയിക്കുന്നവർ തനിക്ക് 13 വയസ്സുള്ളൊരു മകളുള്ള കാര്യം പോലും മറന്നെന്നും പോക്സോ കേസാണ് തനിക്കെതിരെ കെട്ടിച്ചമക്കാൻ നോക്കുന്നതെന്ന് ശ്വേത പറഞ്ഞെന്നുമാണ് മേജർ രവി ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത്. അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്ന പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ നടി ശ്വേത മേനോനെ പിന്തുണച്ച് മേജർ രവി ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ശ്വേതയ്ക്കെതിരെ നിൽക്കുന്നതെന്നും മേജർ രവി ചോദിച്ചു. സംസ്ഥാനത്ത് ഒരു വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടത് 84 ഡോക്ടർമാരെ. അനധികൃതമായി സേവനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പിലെ പ്രൊബേഷന് ഡിക്ലെയർ ചെയ്യാത്ത 444 ഡോക്ടർമാർക്കെതിരെയും പ്രൊബേഷന് ഡിക്ലെയർ ചെയ്ത 157 ഡോക്ടർമാർക്കെതിരെയും നടപടി സ്വീകരിച്ചു വരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കൊച്ചി മെട്രോയ്ക്ക് തുടർച്ചയായ 3-ാം വർഷവും വമ്പൻ കുതിപ്പ്. തുടർച്ചയായ 3-ാം വർഷവും പ്രവർത്തന ലാഭത്തിൽ കുതിച്ച് കൊച്ചി മെട്രോ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 .34 കോടി രൂപയുടെ പ്രവർത്തന ലാഭമാണ് കൊച്ചി മെട്രോ നേടിയത്. തൊട്ടുമുൻ വർഷത്തേക്കാൾ 10 കോടി രൂപയുടെ വർധനവാണിത്. CPI നേതാവ് VS സുനിൽകുമാറിനെ പരിഹസിച്ച് BJPയുടെ തൃശൂർ മുൻ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നതായി സംശയം എന്ന സുനിൽകുമാറിന്റെ പ്രസ്താവനക്കാണ് പരിഹാസം. ഇനി സംശയിക്കാനില്ല, ഊളംപാറയിലേക്ക് വിട്ടോ എന്നാണ് KK അനീഷ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. രാജസ്ഥാൻ റോയൽസില് തുടരാൻ ആഗ്രഹമില്ലെന്ന് അറിയിച്ച് സഞ്ജു. രാജസ്ഥാൻ റോയൽസ് വിടാനൊരുങ്ങി ക്യാപ്റ്റന് സഞ്ജു സാംസണ്. ഫ്രാഞ്ചൈസിക്കൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സഞ്ജു മാനേജ്മെന്റിനെ അറിയിച്ചതായി ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തു. നേരത്തെ സഞ്ജു ടീമിനൊപ്പം തുടരുമെന്നുള്ള രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു. അതിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. താരലേലത്തിന് മുമ്പ് തന്നെ റിലീസ് ചെയ്യണമെന്നോ അതുമല്ലെങ്കിൽ ട്രേഡ് ചെയ്യണമെന്നോ ആണ് സഞ്ജു രാജസ്ഥാൻ റോയൽസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാണാതായെന്ന് മന്ത്രി പറഞ്ഞ ഉപകരണം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ കണ്ടെത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞ ഉപകരണം ആശുപത്രിയിൽ തന്നെയുണ്ടെന്ന് കണ്ടെത്തല്. ടിഷ്യൂ മോസിലേറ്റർ എന്ന ഉപകരണം ഓപ്പറേഷന് തിയേറ്ററിൽ തന്നെയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രിൻസിപ്പലിന്റെ പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ലെന്ന് അന്വേഷണ സമിതി കണ്ടെത്തിയതായാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ അറിയിച്ചത്. ഇക്കാര്യം മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെന്നും സംഭവത്തിലെ വകുപ്പുതല അന്വേഷണം നടത്തുമെന്നും കളവ് പോയെന്നാണ് സംശയമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ധനുഷുമായി പ്രണയത്തിലെന്ന അഭ്യൂഹത്തിന് ശക്തി പകർന്ന് മൃണാൾ. നടൻ ധനുഷുമായി അടുപ്പത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്ന് മൃണാൾ താക്കൂർ നടന്റെ സഹോദരിമാരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മൃണാൾ താക്കൂർ ധനുഷിന്റെ സഹോദരിമാരായ ഡോക്ടർ കാർത്തികിനെയും വിമല ഗീതയെയും ഇൻസ്റ്റയിൽ പിന്തുടരുന്നുവെന്ന സ്ക്രീൻഷോട്ടുകളാണ് പുറത്തുവന്നത്. 6 ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട്. ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.